ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇരുമ്പ് പുളി അച്ചാറാണ്. ഇരുമ്പൻ പുളി, ചീമപ്പുളി, പിന്നെ ഓരോ സ്ഥലത്തും ഇതിന് ഓരോ പേരാണ്. ഇത് കൂടുതലും മീൻ കറി വെക്കാനും മീൻ പറ്റിക്കാനുമാണ് എടുക്കാറ്. ഇത് നീളത്തിലരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഉണക്കി വെച്ചിട്ട് പിന്നെ മീൻ കറിക്കകത്തിടാനും അച്ചാറിടാനും ഉപയോഗിക്കാറുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണവും കൊളസ്ട്രോളും BP എല്ലാം കുറയും എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴുത്തതുണ്ട്, നല്ല രീതിയിൽ പഴുത്തത് കളഞ്ഞു പോകത്തില്ലേ, അതെടുത്തിട്ട് നമ്മുടെ വിളക്ക് പിന്നെ ബ്രാസ് ഐറ്റംസൊക്കെ നല്ല രീതിയിൽ കഴുകാൻ പറ്റും. നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ കഴുകാൻ പറ്റും. നമുക്ക് പഴുത്ത സ്റ്റാർ ഫ്രൂട്ടും വെച്ച് അങ്ങനെ കഴുകി വെക്കും. വീട്ടിൽ അങ്ങനെ കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ട് കുറച്ച് പുളിയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. നമ്മൾ ബാംഗ്ലൂർ കൊണ്ടുവന്നിട്ടതാണ് അച്ചാറിട്ട്. പക്ഷെ അന്ന് തന്നെ ഇട്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. ഇത് കൊണ്ടുവന്നപ്പോഴത്തേന് കുറച്ച് പഴുത്ത പോലെ ആയിപ്പോയായിരുന്നു. ഒരു ദിവസത്തെ പഴക്കമാണ്. നമ്മൾ വരുന്നതിൻ്റെ അന്ന് തന്നെയാണ് ഇത് പിച്ച് ചെയ്തത്. എങ്കിൽ പോലും പിറ്റേന്ന് കൊണ്ടുവന്നിട്ടാണ് അച്ചാറിട്ടത്. ആ ട്രെയിനിലെ ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും ഇതിന് പഴുത്തു പോയത്. അപ്പം ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അതിൻ്റെ പുളിയുടെ 2 വശവും കട്ട് ചെയ്തിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് എടുത്തത്. എന്നിട്ട് വട്ടത്തിൽ ഒരു സ്വല്പം കരത്തിൽ അരിഞ്ഞെടുക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പം ഞാൻ പുളിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 2 സ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് പുരട്ടിയെടുത്ത് നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് വെള്ളം വരും. ഞാൻ 1 മണിക്കൂറേ വെച്ചുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പച്ചവെള്ളമോ കാര്യങ്ങളോ തിളപ്പിച്ച വെള്ളമോ ഇതിനകത്തൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഇതിനകത്തുനിന്ന് പുളിക്കകത്തുനിന്ന് വെള്ളം തന്നെ വരുമ്പം അതെടുക്കുമ്പോഴാകുമ്പോൾ കുഴപ്പമില്ല, കേടായി പോവോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തൊന്നുമില്ല. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയോ നല്ലെണ്ണ എന്തെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. എന്നിട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേന് കുറച്ച് ഉലുവ, ഒരു 2 പിഞ്ച് ഉലുവയും ആഡ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇടാം. വറ്റൽമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇടുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊന്നും ഒന്നും എടുത്തില്ല. വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് അച്ചാറിന്. എനിക്ക് മടിയായതുകൊണ്ട്, പൊളിക്കാനെല്ലാം മടിയായതുകൊണ്ട് പിന്നെ ഈസി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഞാൻ നോക്കിയത്. പിന്നെ നമ്മുടെ ഇതും പൊട്ടി വരുമ്പോഴത്തേനും വറ്റൽമുളക് പൊട്ടി വരുമ്പോഴത്തേന് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഞാൻ ഒരു 3 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തത്, കളറ് കിട്ടുമല്ലോ നല്ല രീതിയിൽ. അപ്പോൾ കാശ്മീരി ചില്ലിയും ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം ഇതൊന്ന് വഴറ്റാം. ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഇത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് 1 സ്പൂണ് കായപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമുക്കിതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നിടം വരെ വഴറ്റിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചട്ടിക്കും ഈ പൊടിക്കും കാര്യങ്ങൾക്കും എല്ലാം നല്ല ചൂട് കാണും. നമ്മളിപ്പോൾ തന്നെ നമ്മുടെ പുളി ഇതിനകത്തോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വാടിപ്പോകും നല്ല രീതിയിൽ. ഓൾറെഡി എൻ്റെ പുളി ഒന്ന് പഴുത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വാടിപ്പോകും. അതുകൊണ്ട് പിന്നെ കുറച്ചൊന്ന് ഫ്ലെയിം എല്ലാം അണച്ചതിന് ശേഷം, ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പുളിയെല്ലാം കൂടി ഇതിനകത്ത് തട്ടി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇത് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് തന്നെ വെള്ളം ഇറങ്ങുമെന്ന്. അപ്പോൾ വേണ്ട നോക്കൂ, ഇതിനകത്ത് നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല വെള്ളം ഇറങ്ങി. പിന്നെ എൻ്റെ പുളി ഞാൻ പറഞ്ഞില്ലേ പഴുത്തു പോയത്. നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ മൂക്കാത്ത പുളിയും നോക്കി പിന്നെ അന്ന് തന്നെ അച്ചാറിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്തോട്ട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടായിരിക്കില്ല. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ നോക്കുമ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക വെള്ളമൊക്കെ ഇറങ്ങി ഒരു ഗ്രേവി ടൈപ്പായിട്ട് നമുക്ക് അച്ചാറിന് നല്ല പരുവായിട്ട് കിട്ടും പിറ്റേന്നാകുമ്പോഴത്തേന്. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേന് ഒന്ന് കട്ടിയായിട്ടിരിക്കുന്നതാണ്. പക്ഷെ അന്നേരം വെള്ളം ആഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേന് നല്ല രീതിയിൽ വെള്ളം കാണും. അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ടിന്നിലോട്ട് ഇട്ട് വെക്കാം. ഇപ്പോൾ പിന്നെ നോക്കുക, എന്തെങ്കിലും ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ട് അത് ബാലൻസ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ഒരു ഈസി ഇരുമ്പ് പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.